ഇനി നമുക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസേബിലിറ്റീസ് ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് എന്നുള്ളതാണ്. പട്ടികജാതിക്കാരായ സാമൂഹിക വിഭാഗങ്ങൾ നേരിടുന്ന അവശതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ സാമൂഹികമായ അവശതകൾ, രാഷ്ട്രീയമായ അവശതകൾ, സാമ്പത്തികമായ അവശതകൾ, മതപരമായ അവശതകൾ, വിദ്യാഭ്യാസപരമായ അവശതകൾ എന്നിങ്ങനെ 5 തരത്തിലുള്ള അവശതകളാണ് പ്രധാനമായിട്ടും നേരിടുന്നതെന്ന് പറയാം. ഇപ്പോൾ ഉയർന്ന ജാതിക്കാരെ സ്പർശിക്കാൻ താഴ്ന്ന ജാതിക്കാരെ അനുവദിച്ചിരുന്നില്ല ആയിത്ത സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത്. ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള പ്രധാന തെരുവുകളിലൂടെ നടക്കാൻ പോലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. തൊട്ടുകൂടാത്തവരുടെ നിഴൽ പോലും ഉയർന്ന ജാതിക്കാരായ അംഗങ്ങളെ മലിനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന വളരെ യാഥാസ്ഥികമായൊരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അവർ മുൻകരുതലുകൾ സ്വീകരിച്ചു. പൊതു കിണറുകളിൽ നിന്നും വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാർക്കും തൊട്ടുകൂടാത്തവർക്കും അനുമതി ഉണ്ടായിരുന്നില്ല. സാമൂഹികമായ ഒട്ടേറെ അവശതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. സാമ്പത്തികമായ അവശതകൾ പ്രധാനമായും വരുന്നത് പട്ടികജാതിയിലെ താഴ്ന്ന ജാതിക്കാർക്ക് അവരുടെ പരമ്പരാഗതമായ ജാതി വെളിപാടുകളിലും തൊഴിലുകളിലും ഏറ്റെടുക്കാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതായത് അവരുടെ പരമ്പരാഗതമായ തൊഴിലുകളിൽ മാത്രമേ ഏർപ്പെടാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി മറ്റെന്തെങ്കിലും തൊഴിൽ ഏറ്റെടുക്കാൻ അവരെ അനുവദിച്ചില്ല. നിരവധി സാമ്പത്തിക അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടു. തോട്ടിപ്പണി, കെട്ടിട നിർമ്മാണം, ചത്ത കന്നുകാലികളെ നീക്കം ചെയ്യുക തുടങ്ങിയ ജോലികളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി ഭൂമി കൈവശപ്പെടുത്താൻ അനുമതിയില്ലായിരുന്നു. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായി അവർ സാമ്പത്തികമായി നേരിട്ടത്. രാഷ്ട്രീയമായ ധാരാളം ആവശ്യതകളും ഇവർ അനുഭവിച്ചിരുന്നു. പട്ടികജാതിക്കാർക്ക് രാഷ്ട്രീയമായ ഒരു ശക്തി ഇല്ലായിരുന്നു. അതായത് സംഘടിതമായ സ്വഭാവം ഇല്ലായിരുന്നു. അവർ നൂറ്റാണ്ടുകളായി രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെട്ടിരുന്നില്ല. തൊട്ടുകൂടാത്ത ജാതിക്കാർക്ക് രാഷ്ട്രീയം, ഭരണനിർവഹണം എന്നിവയിലേക്കൊന്നും എത്തിപ്പെടാനാകുമായിരുന്നില്ല. അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങളോ രാഷ്ട്രീയ പ്രാതിനിധ്യവും നിഷേധിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് രാഷ്ട്രീയ പ്രാതിനിധ്യവും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ഭാഗമായി വോട്ടവകാശം ലഭ്യമായത്. ഭരണഘടനാപരമായ സുരക്ഷയിലൂടെ അവരെ സംരക്ഷിക്കുകയും അവകാശങ്ങൾക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ തുല്യമായി ലഭിക്കുകയും ചെയ്തതും സ്വാതന്ത്ര്യാനന്തരമാണ്. രാഷ്ട്രീയമായി പട്ടികജാതിക്കാർ ഇന്ത്യയിൽ ഒരു നിർണായകമായ ശക്തിയല്ല. പട്ടികജാതിക്കാർ കൂടുതലും അസംഘടിതരാണ്. അവരിൽ പലരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളുമല്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പാർട്ടികളായി സ്വയം സംഘടിക്കാൻ ചില ശ്രമങ്ങൾ നടന്നുവരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർട്ടി ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. രാഷ്ട്രീയമായി സംഘടിതരാകണം എന്ന ആശയത്തിന് ആദ്യം താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ പ്രചാരം നൽകിയതും അംബേദ്കറായിരുന്നു. മതപരമായും ഒട്ടേറെ അവശതകൾ അനുഭവിച്ചിരുന്നു. പട്ടികജാതിക്കാർ വിവിധ തരത്തിലുള്ള അവശതകൾക്ക് വിധേയരായിരുന്നു. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാൻ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അവരെ അനുവദിച്ചിരുന്നില്ല. വിശുദ്ധ നദികൾ അല്ലെങ്കിൽ പുണ്യനദികളിൽ പുണ്യസ്നാനം നടത്തുന്നതിനും അനുവദിച്ചിരുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദു മത പുരാണ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല. ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാർക്കായി ബ്രാഹ്മണർ മതപരമായ ആചാരങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പട്ടികജാതിക്കാരുടെ മത ദുർബലതകൾക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. ക്ഷേത്രപ്രവേശനത്തിന് നിഷേധം, വേദങ്ങളും പുരാണങ്ങളും പഠിക്കുന്നതിനുള്ള നിരോധനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ ആത്മീയമായും മതപരമായും ഏറെ ദുർബലപ്പെടുത്തി. താഴ്ന്ന ജാതിയിലോ തൊട്ടുകൂടായ്മയുള്ള കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും ഏറെക്കാലം അവർ പ്രയത്നിച്ചു. അവർക്ക് സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. തൊട്ടുകൂടാത്ത വിദ്യാർത്ഥികൾ ഉയർന്ന ജാതിക്കാരായ വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തുന്നുവെങ്കിൽ അത് ഒരു അശുദ്ധമായ പ്രവർത്തനമായി കണക്കാക്കപ്പെട്ടിരുന്നു. നേരത്തെ തൊട്ടുകൂടാത്തവർക്കായി പ്രത്യേക സ്കൂളുകളില്ലായിരുന്നു. പലതരം വിലക്കുകൾ കാരണം അവർ തീർത്തും നിരക്ഷരായി തീർന്നു. ഇന്നും ഇന്ത്യൻ ജനസംഖ്യയിലെ കൂടുതൽ ശതമാനം നിരക്ഷരരും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അത്തരത്തിലുള്ള അവശതകളാണ് പ്രധാനമായും അനുഭവിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഫോർ ഡിസ്ക്രിമിനേഷൻ, ഈ വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായി പ്രധാനമായും ചില നടപടികളൊക്കെ തന്നെ എടുക്കുകയുണ്ടായി. സാമൂഹികവും സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ആവശ്യകതകൾക്ക് വിധേയമായ താഴ്ന്ന ജാതിക്കാർക്കായി ഗുണപരമായ പലതരത്തിലുള്ള ഭരണഘടന പ്രത്യേക വ്യവസ്ഥകളും രൂപീകരിക്കപ്പെട്ടു. അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി പലവിധത്തിലുള്ള
ക്ഷേമ പരിപാടികളും സർക്കാർ ആരംഭിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഭരണഘടനാപരമായ വ്യവസ്ഥകളാണ്. ഇപ്പോൾ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനായി ഇന്ത്യൻ ഭരണഘടന പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോലി സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് സംവരണം, സംസ്ഥാന നിയമസഭകളിലും ലോകസഭകളിലും ജനസംഖ്യ ആനുപാതികമായ പ്രത്യേകം സീറ്റ് സംവരണം എന്നിവ ഇതിലേറ്റവും എടുത്തു പറയേണ്ടവയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 46 പ്രസ്താവിക്കുന്നത് ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് രാഷ്ട്രം പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരെ എല്ലാവിധത്തിലുള്ള സാമൂഹിക അനീതിയിൽ നിന്നും എല്ലാ രൂപത്തിലുമുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 46 സൂചിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്തം നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള അയിത്താചരണം കുറ്റകരമാണ്. നിയമാനുസൃതമായി അതിന് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 17 അയിത്ത നിരോധനം എന്നുള്ള ആർട്ടിക്കിൾ ഇത് സൂചിപ്പിക്കുന്നു. പിന്നെ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 ആണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരോട് കാണിക്കുന്ന മതപരവും സാമൂഹികവുമായ വിവേചനങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം രൂപീകരിച്ചത്. ഈ നിയമം ഇന്ത്യയിൽ എല്ലായിടത്തും പ്രയോഗിക്കാൻ കഴിയുന്നതാണ്. പലതരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരായി ശിക്ഷകളും അതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഭരണഘടനയിലും ഈ നിയമത്തിലും ഉൾപ്പെടുത്തി. ഏതെങ്കിലും തരത്തിലുള്ള ജാതി വിവേചനം കാണിക്കുകയാണെങ്കിൽ വിവേചനം കാണിക്കുന്ന വ്യക്തിക്ക് 6 മാസം തടവും 500 രൂപ പിഴയും ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടിയോ 6 മാസം തടവും 500 രൂപ പിഴയും ശിക്ഷയായി ലഭിക്കുന്ന കുറ്റകൃത്യമായിട്ടാണ് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിൽ അത് സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നു. ദേശീയ നേതാക്കൾ ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്തിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ വീക്ഷണത്തിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ സമന്മാരാണ്. അയിത്തം നിയമപരമായി ഇന്ത്യയിൽ നിരോധിച്ചു. എല്ലാ ജാതി വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് ഇരുന്ന് ആരാധന നടത്താനും ഭോജനം ചെയ്യാനും കഴിയുന്നുണ്ട്. യാതൊരുവിധ വിവേചനവും കൂടാതെ തന്നെ നല്ലൊരു സാമൂഹിക ജീവിതം നയിക്കാനും കഴിയുന്നു. ഒരേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാനും ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റം ഇന്ത്യയിലാകെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പട്ടികജാതി പട്ടികവർഗം എന്ന പദം രൂപം കൊണ്ടത് എന്നുള്ള ആശയം കൂടി ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 341, 342 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള നിർവചനം നൽകിയിരിക്കുന്നു. അപ്പോൾ സമകാലിക ഇന്ത്യയിലെ ജാതിയുടെ രാഷ്ട്രീയവൽക്കരണം എന്നുള്ള ആശയം, അതിൻ്റെ പ്രാധാന്യം ഈ അധ്യായത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും ജാതി വിവേചനവും ഇന്ന് തകർന്നു പോയിരിക്കുന്നു. എന്നാൽ ജാതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു. ജാതി സാമുദായിക സംഘടനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ജോലി സംവരണം മറ്റു സംവരണ ആനുകൂല്യങ്ങളും ജാതിയെ ശക്തമായി നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നു. പതുക്കെ അത് ജാതി രാഷ്ട്രീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ജാതിയുടെ രാഷ്ട്രീയവൽക്കരണത്തിലേക്കാണ് നയിച്ചത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ജാതി മത ചിന്തകൾ പാടില്ല എന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ജാതിമത രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ്. ഓരോ ജാതി വിഭാഗങ്ങളും പരമാവധി അംഗങ്ങളെ വിവിധ സഭകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായി പരിശ്രമിക്കുന്നു. അതായത് സീറ്റ് നിയന്ത്രണത്തിലും സീറ്റ് നിർണയത്തിൻ്റെ ഘട്ടത്തിലും മന്ത്രിസഭാ വികസനത്തിൻ്റെ കാര്യത്തിലും ജാതി സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നുവെന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ജാതി പുതിയൊരു രാഷ്ട്രീയ മാനം കൈവച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ ജാതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് സാമൂഹ്യശാസ്ത്രകാരന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ജാതിരഹിത സമൂഹം സ്ഥാപിക്കുക എന്നതായിരുന്നു ജനാധിപത്യ മതേതര ഇന്ത്യയുടെ ഒരു പ്രധാന ലക്ഷ്യം. എന്നാൽ ഇന്ന് സമകാലികമായ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ജാതിയുടെ സ്വാധീനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ധാരാളം ജാതി സംഘടനകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പല ജാതി സംഘടനകളും പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യം കാണിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ജാതി സംഘടനകളും ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളോ പ്രഷർ ഗ്രൂപ്പുകളോ ആയി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ സാമ്പത്തിക അധികാരങ്ങൾ നേടുന്നതിനായി വിവിധ ജാതി വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇന്ന് ഓരോ ജാതി വിഭാഗങ്ങളും ജാതീയമായി ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും പ്രത്യേക അവകാശങ്ങളും അനുഭവിക്കുന്നത് നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സംവരണം എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്.
ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ അധ്യായത്തിൽ ഉൾപ്പെടുന്നത്. ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർത്തിയാവുകയാണ്.